ഹലോ അപ്പം വന്നിരിക്കുന്ന കുറച്ച് സിനിമ അപ്ഡേറ്റ്സ് ആയിട്ടാണ് അതിന് മുമ്പ് ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അദ്ദേഹത്തിൻ്റെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 എന്ന സിനിമേൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് മമ്മൂട്ടി അങ്ങനെ ജോയിൻ ചെയ്തിരിക്കുകയാണ് സിനിമേൻ്റെ സെറ്റിൽ. ഡയറക്ഷൻ ചെയ്യാൻ പോകുന്നത് ജിതിൻ കെ ജോസാണ്. പുതിയ ഡയറക്ടറാണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. നാഗർകോവിൽ വെച്ചിട്ടാണ് സിനിമയുടെ ഷൂട്ട് കറൻലി നടക്കുന്നത്. വിനായകനാണ് സിനിമയിൽ വില്ലനായിട്ട് അഭിനയിക്കാൻ പോകുന്നത്. എന്തായാലും പടത്തിൽ നമ്മുടെ മെഗാസ്റ്റാറിൻ്റെ പുതിയ ലുക്ക് അത്യാവശ്യം ടെറർ ലുക്ക് തന്നെയാണ്. എന്തായാലും പടത്തിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു സ്റ്റില്ല് പുറത്തു വന്നിരിക്കാൻ ഇവരും നിൽക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട്. അങ്ങനെ തലപതി 69 എന്ന സിനിമയുടെ ഭാഗത്ത് ഇന്ന് 2 കിടിലൻ പോസ്റ്ററാണ് പുറത്തു വന്നിരിക്കുന്നത്. തലപതി വിജയ്, ബോബി ഡിയോൾ എന്നിവരൊക്കെ ഉള്ളത് ഓൾറെഡി നമുക്കറിയാം. പൂജ ഹെഡ്ജ് അതുപോലെ തന്നെ മമിത ബൈജു എന്നിവരൊക്കെയാണ് ഇന്നത്തെ പോസ്റ്ററിൽ കൺഫേം ചെയ്തിരിക്കുന്നത്. മ്യൂസിക് കണ്ടിരുത്താണ് ചെയ്യാൻ പോകും. ഡയറക്ഷൻ നമ്മുടെ വിനോദ് ആയിരിക്കും. 2025 ഒക്ടോബറിനാണ് റിലീസ് പ്ലാൻ ചെയ്തത്. ഈ മാസം ആദ്യ വാരം തന്നെയാണ് സിനിമയുടെ പൂജ അതുപോലെ തന്നെ സിനിമയുടെ ഷൂട്ടൊക്കെ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ ഉണ്ണിമുഖന്തൻ്റെ വരാനിരിക്കുന്ന ഗാങ്സ്റ്റർ പടം അല്ലെങ്കിൽ വയലൻസ് ഏറെയുള്ള പടമാണ് നമ്മുടെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ടീം തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ വയലൻസ് ഏറിയ മോളിവുഡ് സിനിമ എന്ന് തന്നെ. എന്തായാലും മോളിവുഡിൽ ഇതുവരെ വയലൻസ് ഏറിയ സിനിമ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ഹൈപ്പാണ് സിനിമയുടെ ടീം തന്നെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവം ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഫസ്റ്റ് ലുക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ചൊരക്കളിയായിരുന്നു. സെക്കൻഡ് ലുക്ക് നോക്കുകയാണെങ്കിൽ തല വെട്ടിയിട്ടുള്ള വയലൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഇപ്പം നമ്മുടെ ജഗദീശൻ്റെ പടത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ റോള് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല വയലൻസ് ഉള്ളൊരു ക്യാരക്ടറാണെന്നാണ്. സിഗരറ്റ് വലിക്കൽ, ബീഡി വലിക്കലൊന്നും അതുക്കും മേലെയുള്ള പണ്ണലാണ് സിനിമയിൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന റോള് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്രൂവലുള്ള റോളെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. പടത്തിന് ഇനിയും ഹൈപ്പ് കൂടാൻ ഇനിയില്ല ബാക്കി. അത്യാവശ്യം നല്ല രീതിയിലാണ് പടത്തിൻ്റെ ഹൈപ്പ് തന്നെ വരുന്നത്. പടം അതനുസരിച്ചില്ലെങ്കിൽ പടത്തിനെടുത്ത് ട്രോളാനും സോഷ്യൽ മീഡിയ റെഡിയാണ്. ഇതേപോലെ അങ്ങനെ ഇന്ത്യൻ 3 എന്ന് പറഞ്ഞ സിനിമേൻ്റെ OTT റിലീസ് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പോവുകയാണ്. തിയേറ്റർ റിലീസിന് വരാതെ പടം നേരെ OTT റിലീസിന് പോവുകയാണ്. സിനിമേൻ്റെ 3-ാം ഭാഗം അടുത്ത വർഷത്തിലായിരിക്കും പടത്തിൻ്റെ OTT റിലീസ് വരാൻ പോകുന്നത്. അതിൻ്റേതായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി റിസ്ക് എടുക്കാൻ വയ്യാന്നാണ് കേൾക്കുന്നത്. ദ ടെസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയും നയൻതാരൻ്റെ ഇതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് OTT റിലീസിന് പോവുകയാണ്. എന്തായാലും ഈ 2 സിനിമകളും നെറ്റ്ഫ്ലിക്സിൽ തന്നെയാണ് OTT റിലീസ് ഡയറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ടെസ്റ്റ് എന്ന സിനിമ ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിലായിരിക്കും OTT റിലീസ് ഡയറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ തിയേറ്റർ റിലീസ് വരാനും ചാൻസ് കാണുന്നുണ്ട്. ഹിറ്റ് എന്ന സിനിമയിൽ 3rd പാർട്ടിൻ്റെ ഷൂട്ട് ഇപ്പോൾ കനലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയിൽ ഇപ്പോൾ ശ്രുതി ഷെട്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ് സിനിമയുടെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും പടത്തിൽ നാണിയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. മൈക്കിയാണ് സിനിമേൻ്റെ മ്യൂസിക് കമ്പോസിങ് ചെയ്യുന്നത്. ഹിറ്റ് എന്ന സീരീസിലെ ഡയറക്ടർ തന്നെയാണ് ഈ സിനിമയും ഡയറക്ഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ട് ഡയറക്ഷൻ ചെയ്ത അതേ ഡയറക്ടർ തന്നെ. 2025 മെയ് മാസം 1-നാണ് തിയേറ്റർ റിലീസിന് വരുന്നത്. സർക്കാർ ടേക്സ് ചാർജ്. കാത്തിരിക്കാൻ നമുക്ക് അടുത്തൊരു ക്രിമിനൽ കേസ് പടത്തിനായിട്ട്. നമ്മുടെ ബ്രദർ എന്ന് പറഞ്ഞ സിനിമേൻ്റെ ഒഫീഷ്യൽ റിലീസ് തീയതി ഒക്ടോബർ 31-ന് കൺഫേം ചെയ്തിരിക്കുകയാണ് പുതിയൊരു പോസ്റ്ററിൽ. ദിവാലി റിലീസാണ് സിനിമ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജയം രവി, പ്രിയങ്ക മോഹൻ, കൂൾ സുരേഷ് എന്നിവരൊക്കെയാണ് കാസ്റ്റായിട്ട് കാണുന്നത്. ഹൈറിസ് ജയരാജ് ആണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് സിനിമയുടെ ഓഡിയോ ലോഞ്ചിൻ്റെ അന്ന് പുറത്തിറങ്ങിയത്. കാത്തിരിക്കാൻ നമുക്ക് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ പ്രൊമോഷൻ മെറ്റീരിയൽസിനായിട്ട്. അങ്ങനെ നമ്മൾ DNA സിനിമയിലെ മ്യൂസിക് കമ്പോസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഗിബ്രാൻ ജോയിൻ ചെയ്തിരിക്കുകയാണ് സിനിമയുടെ ടീമിൽ. നമ്മുടെ അഥർവയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ നെൽസൺ വെങ്കടേഷ്. 2024 ലാസ്റ്റ് മന്തായിട്ടാണ് സിനിമൻ്റെ റിലീസൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2025 ആദ്യ വാരം. കാത്തിരിക്കാൻ നമുക്ക് സിനിമൻ്റെ റിലീസ് തീയതിക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ്, ദീപാവലിക്ക് ഈ വർഷം റിലീസിന് വരാനിരിക്കുന്ന ശിവകാർത്തികേയൻ സിനിമയാണ് അർമൻ എന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ഗാനം ഒക്ടോബർ 4-ന് പുറത്തിറങ്ങാൻ പോവുകയാണ്. ശിവകാർത്തികേയൻ, സായ് പല്ലവി എന്നിവരൊക്കെയാണ് മെയിൻ കാസ്റ്റായിട്ട് കാണുന്നത്. GV പ്രകാശാണ് സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. രാജ്കുമാർ പരമസ്വാമിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. രാജ്കമൽ ഫിലിംസാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 31-നാണ് സിനിമ തിയേറ്റർ റിലീസിന് വരുന്നത്. കാത്തിരിക്കാൻ നമുക്ക് സിനിമേൻ്റെ ആദ്യ ഗാനത്തിനായിട്ട്. ദ ഗോട്ട് അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. നമ്മുടെ വെങ്കട് പ്രഭു വിജയണ്ണൻ കോമ്പോയിൽ വന്ന പടമാണ് ദ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ. ബോക്സ് ഓഫീസിൽ കേരളത്തിൽ ദുരന്തമാണെങ്കിൽ പോലും സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഓൾമോസ്റ്റ് 400 കോടി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂറിൻ്റെ വലിയൊരു പടം തന്നെയായിരുന്നു. പടത്തിൽ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നാളെ വൈകുന്നേരത്തോടെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തിറങ്ങുന്നതായിരിക്കും യൂട്യൂബ് ചാനലിൽ T സീരീസിൻ്റെ ഹാൻഡിലിൽ. അതുപോലെ തന്നെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കട്ട വെയിറ്റിംഗ് ആവുന്നത് ആ OGൻ്റെ BGM തന്നെയാണ്. ക്ലൈമാക്സിൽ എൻഡ് ക്രെഡിറ്റ് സീനിൽ കൊടുത്ത ഒരു BGM
ആ ഒരു ബീജിയം തന്നെയായിരുന്നു പടത്തിൽ ബീജിയം എന്ന് പറയാൻ പറ്റിയൊരു ബീജിയം. ബാക്കിയൊക്കെ ഒരു ജാതി ഫാൻ മെയ്ഡ് ബീജിയമായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പടത്തിൻ്റെ OTT റിലീസ് ഇന്ന് അർദ്ധരാത്രിയോടെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങുന്നതായിരിക്കും. 3 മണിക്കൂറിൻ്റെ അതേ തിയേറ്റർ വേർഷൻ തന്നെയാണ് OTT റിലീസും ചെയ്യുന്നത്. പടത്തിൻ്റെ ഡയറക്ടർ തന്നെ സിനിമയുടെ ഡയറക്ടേഴ്സ് കട്ടായിരിക്കും നെറ്റ്ഫ്ലിക്സിൽ വരാൻ പോകുന്നതെന്ന് 3 മണിക്കൂർ 40 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഹോം പേജിൽ വ്യാഴാഴ്ച പുറത്തിറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ റൺ ടൈം കണക്കാക്കപ്പെടുന്നത് 3 മണിക്കൂർ മാത്രമാണ്. തിയേറ്ററിൽ റിലീസ് ചെയ്ത അതേ റൺ ടൈം തന്നെ. കാത്തിരിക്കാൻ നമുക്ക് പടത്തിൻ്റെ ഡയറക്ടേഴ്സ് കട്ട് ഇനി ലേറ്റർ ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ അവർ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്ന്. കൺഗ്വ സിനിമേൻ്റെ 3D വർക്കാണ് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നത്. സിനിമ ടീം ഹാപ്പിയാണ് സിനിമയുടെ ഔട്ട്പുട്ടിൻ്റെ ഭാഗമായിട്ട്. DSP ആണെങ്കിൽ സിനിമയിൽ BGM വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട്. മ്യൂസിക്കും സെക്കൻഡ് സിംഗിളും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിലായിട്ട്. ഈ വർഷം ദീപാവലിക്ക് റിലീസ് ചെയ്യേണ്ട പടം നവംബർ മാസത്തോട്ട് പോസ്റ്റ്പോൺ ചെയ്ത കാര്യം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണല്ലോ. എന്തായാലും നവംബറിൽ ഇനി സിനിമ പോസ്റ്റ്പോൺ ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. ഫൈനൽ സ്റ്റേജ് വരെ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ടിലെ സിനിമ ടീം മെമ്പേഴ്സും ഹാപ്പി തന്നെയാണ്. കാത്തിരിക്കാൻ നമുക്ക് കൺഗ്വ സിനിമേൻ്റെ ഇനി വരാനിരിക്കുന്ന കൂടുതൽ പ്രൊമോഷൻ മെറ്റീരിയൽസിനായിട്ട്. കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.